നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ കാണാമല്ലേ? ഇതിനൊക്കെ ഒരു സർഗാത്മകമായ പരിഹാരം വേണ്ടേ? പക്ഷേ അങ്ങനത്തെ പരിഹാരങ്ങൾ എവിടുന്ന് കിട്ടും? അവിടെയാണ് ഡിസൈൻ തിങ്കിംഗ് എന്ന് പറയുന്ന ഒരു അടിപൊളി രീതി നമ്മളെ സഹായിക്കാൻ വരുന്നത്. ഒരു സാധാരണ കർഷകന്റെ കഥയിലൂടെ ഈ സംഭവം എന്താണെന്നും വലിയ പ്രശ്നങ്ങളെ എങ്ങനെ സിമ്പിളായി പരിഹരിക്കാമെന്നും നമുക്ക് നോക്കിയാലോ? അപ്പോ ഇതാണ് രവി, നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രം. വർഷങ്ങളായി കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ കർഷകനാണ് രവി. പക്ഷേ എല്ലാ വർഷവും വിളവെടുപ്പ് കഴിയുമ്പോൾ രവിയെപ്പോലുള്ള ഒരുപാട് കർഷകർ ഒരേപോലത്തൊരു പ്രശ്നം നേരിടുന്നുണ്ട്. എന്തായിരിക്കും അത്? രവിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊന്നല്ല, പലതാണ്. കഷ്ടപ്പെട്ട് വിളവെടുത്ത സാധനങ്ങൾ വിൽക്കാൻ പറ്റാതെ വെറുതെ പാഴായി പോകുന്നു. സ്വാഭാവികമായും പൈസയും പോകും. ഇനി വിറ്റാലോ ലാഭത്തിന്റെ ഒരു വലിയ ഭാഗവും ഇടനിലക്കാലങ്ങ് കൊണ്ടുപോകും. പോരാത്തതിന് വിലയുടെ കാര്യത്തിലാണെങ്കിൽ ഒരുറപ്പുമില്ല. ഇന്ന് കിട്ടുന്ന വിലയാവില്ല നാളെ. ഈ ഒരവസ്ഥ ഇതെങ്ങനെയാ നമ്മൾ മാറ്റുക? അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. രവിക്കു വേണ്ടി നമുക്കെങ്ങനെ ഇതിലും നല്ലൊരു വഴിയുണ്ടാക്കിയെടുക്കാൻ പറ്റും? വെറും ഒരു താൽക്കാലിക പരിഹാരമല്ല വേണ്ടത്, പകരം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം കണ്ടെത്തി അത് പരിഹരിക്കുന്നൊരു വഴി. ഈയൊരു ചിന്തയാണ് നമ്മളെ ഡിസൈൻ തിങ്കിംഗ് എന്ന ആശയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോ എന്താണ് ഈ ഡിസൈൻ തിങ്കിംഗ്? ഇത് വെറുതെ കാണാൻ ഭംഗിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നമ്മൾ ആർക്കുവേണ്ടിയാണോ ഒരു പരിഹാരം കണ്ടെത്തുന്നത് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുക, എന്നിട്ട് ഘട്ടം ഘട്ടമായി ഒരു പരിഹാരം രൂപപ്പെടുത്തുക. അതാണ് ഈ പ്രക്രിയ. ഡിസൈൻ തിങ്കിംഗ് പ്രോസസ്സിന് പ്രധാനമായും 5 ഘട്ടങ്ങളാണുള്ളത്: എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, പിന്നെ ടെസ്റ്റ്. അപ്പോൾ രവിയുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ ഡിസൈൻ ടീം ഈ 5 സ്റ്റെപ്പുകളിലൂടെ ഒരു യാത്ര തുടങ്ങാൻ പോവുകയാണ്. നമുക്കും കൂടെ പോകാം. ശരി, നമുക്ക് ആദ്യത്തെ 2 ഘട്ടങ്ങളിലേക്ക് കടക്കാം. എംപതൈസ്, അതായത് മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഡിഫൈൻ, അതായത് പ്രശ്നം എന്താണെന്ന് കൃത്യമായി നിർവചിക്കുക. പരിഹാരങ്ങളിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ആഴത്തിൽ അറിയണമല്ലോ, അല്ലേ? ഈ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് തന്നെ ഒരു വ്യക്തത ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും വെറുതെയാകും. അതുകൊണ്ടാണ് ഈ ഡിഫൈൻ എന്ന ഘട്ടത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീം എന്താണ് ചെയ്തതെന്ന് നോക്കൂ. ആദ്യത്തെ എംപതൈസ് ഘട്ടത്തിൽ അവർ രവിയെപ്പോലുള്ള കർഷകരുടെ അടുത്തേക്ക് നേരിട്ട് പോയി. അവരോട് സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാക്കി. പിന്നീട് ഡിഫൈൻ ഘട്ടത്തിൽ ഈ സംസാരത്തിൽ നിന്നെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് കത്തി. കർഷകരുടെ യഥാർത്ഥ പ്രശ്നം വിപണിയിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്നില്ല എന്നതാണ്. അങ്ങനെ ആ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ടീമിന് പ്രശ്നമെന്താണെന്ന് വ്യക്തമായി. അവർ അതിനെ ഇങ്ങനെ നിർവചിച്ചു: ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയായിരിക്കും. കണ്ടില്ലേ എത്ര കൃത്യമായാണ് പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാം. ഐഡിയേറ്റ്, അതായത് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക. പിന്നെ പ്രോട്ടോടൈപ്പ്, അതായത് ആശയങ്ങൾക്ക് ഒരു കുഞ്ഞു രൂപം നൽകുക. ഇവിടെയാണ് ശരിക്കുള്ള ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വരുന്നത്. ഈ ഐഡിയേറ്റ് ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണിത്. തുടക്കത്തിലെ ഏറ്റവും നല്ല ഐഡിയ ഏതാണെന്ന് ചിന്തിച്ച് തല പുണ്ണാക്കരുത്. പകരം എത്രത്തോളം വ്യത്യസ്തമായ, ചിലപ്പോൾ വിചിത്രമായ ആശയങ്ങൾ വേണമെങ്കിലും കണ്ടെത്തുക. ഒന്നിനെയും തുടക്കത്തിലെ തള്ളിക്കളയരുത്. ഇതാ നോക്കൂ, ടീം ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ചിലർ പറഞ്ഞു ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കാമെന്നു. മറ്റു ചിലർ ഒരു SMS സിസ്റ്റം മതിയെന്ന് പറഞ്ഞു. വേറെ ചിലർ കർഷകർക്ക് ഒരുമിച്ച് കൂടാൻ ഒരു കേന്ദ്രമുണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന എല്ലാ ആശയങ്ങളും അവർ ഇതുപോലെ പോസ്റ്റ്-ഇറ്റ് നോട്ടുകളിൽ എഴുതിവെച്ചു. ഇതാണ് പ്രോട്ടോടൈപ്പിംഗിന്റെ അടിസ്ഥാന തത്വം. അതായത് ഒരാശയം നമ്മുടെ മനസ്സിൽ മാത്രം വെക്കുന്നതിനേക്കാൾ നല്ലത് അതിനൊരു ചെറിയ രൂപം നൽകുന്നതാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആശയങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ഒരെണ്ണത്തിന് അവർ ജീവൻ നൽകിയത് ഇങ്ങനെയാണ്. ഒരുപാട് പണമോ സമയമോ മുടക്കി ഒരു ഫുൾ ആപ്പ് ഉണ്ടാക്കുന്നതിന് പകരം സിമ്പിളായി പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ ഒരു മാതൃകയുണ്ടാക്കി. ഇത് കർഷകരെ കാണിച്ചാൽ അവരുടെ അഭിപ്രായം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇനി നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, ടെസ്റ്റ്. നമ്മൾ ഉണ്ടാക്കിയ ആ പേപ്പർ മോഡൽ, അതായത് പ്രോട്ടോടൈപ്പ്, യഥാർത്ഥ ഉപയോക്താക്കളെ, നമ്മുടെ കർഷകരെ കൊണ്ട് പരീക്ഷിപ്പിക്കുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ വെച്ച് നമ്മുടെ പരിഹാരം വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തുന്നതിനെയാണ് ഇറ്ററേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതൊരു നല്ല ചോദ്യമാണ്. നമ്മളുണ്ടാക്കിയ ആ പ്രോട്ടോടൈപ്പ് കർഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ അതുപയോഗിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലോ, അപ്പോൾ ഈ പ്രോസസ്സ് അവിടെ തീരുമോ? ഒരിക്കലുമില്ല. അതാണ് ഡിസൈൻ തിങ്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു നേർരേഖയിൽ പോകുന്ന പ്രോസസ്സല്ല, മറിച്ചൊരു ലൂപ്പ് പോലെയാണ്. അതായത്
ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ വെച്ച് നമ്മൾ ചിലപ്പം തിരിച്ച് ഐഡിയേറ്റ് സ്റ്റെപ്പിലേക്ക് പോകും, പുതിയ ഐഡിയകൾ കണ്ടെത്താൻ. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം തന്നെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പിന്നോട്ട് പോയി മെച്ചപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്ററേഷൻ. രവിയുടെ ആപ്പിന്റെ കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്റർനെറ്റ് സ്പീഡ് കുറഞ്ഞ ഗ്രാമങ്ങളിൽ നിന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ടീം മനസ്സിലാക്കി. ഉടൻ തന്നെ അവർ ഡിസൈൻ മാറ്റി. ഫോട്ടോയ്ക്ക് പകരം ശബ്ദ സന്ദേശങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഫോട്ടോകളാണെങ്കിൽ കംപ്രസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, പരാജയമല്ല, അതിൽ നിന്ന് പഠിക്കുന്ന പാഠമാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതുപോലെ ഡിസൈൻ തിങ്കിങ് എന്നത് വെറുമൊരു പ്രക്രിയയല്ല, അതൊരു ചിന്താരീതി കൂടിയാണ്. എപ്പോഴും ആളുകളിൽ നിന്ന് തുടങ്ങുക, പരാജയങ്ങളെ പേടിക്കാതെ അതിൽ നിന്ന് വേഗത്തിൽ പഠിക്കുക, ചിന്തിക്കാൻ വേണ്ടി ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കുക, വെറുതെ ഇരിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് ഇതിന്റെ കാതൽ. രവിയുടെ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ ഒരു വഴിയുണ്ട്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഡിസൈൻ തിങ്കിങ് രീതി ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന എന്തു പ്രശ്നങ്ങളാണുള്ളത്?